അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ പാലക്കാട് സ്റ്റേഡിയത്തിൽ പുതിയ ഒരു എക്സിബിഷൻ വന്നിട്ടുണ്ട്, പാലക്കാട് ഫെസ്റ്റ്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഭയങ്കര തിരക്കായിട്ട് ക്യൂ ഒക്കെ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും അമ്മയും കുട്ടികളും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ ഒരു ചേച്ചിക്ക് ടിക്കറ്റൊക്കെ കൊടുത്ത് കയറി. നല്ല തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. ഒന്നും നേരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, വെക്കേഷനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഞങ്ങളതിൻ്റെ അകത്ത്, അതായത് 120 റുപ്പീസാണ് നമുക്ക് ടിക്കറ്റ് ഒരാൾക്ക് എൻട്രി ഫീ എന്ന് പറയുന്നത് കേട്ടോ. അത് വേർത്താണ്. അകത്തേക്ക് കയറുമ്പോഴേക്കും ഇതങ്ങനെ കുറേ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷനാണ് ഇതൊക്കെ. പൂമ്പാറ്റകളും പൂക്കളും വണ്ട്, ഇതങ്ങനെ ചിറകൊക്കെ ഇങ്ങനെ ഇളക്കുന്ന പൂമ്പാറ്റയല്ല, തുമ്പിയാണല്ലേ, തുമ്പി. അങ്ങനെ ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടവും. കുറേ ലൈറ്റ്സും കുടകൾ ഒക്കെ ആയി. പക്ഷേ എന്താ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇതപ്പോൾ എന്തായിരുന്നു അത്, പൂമ്പാറ്റ, തേനീച്ച, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ട്. നല്ല ലൈറ്റും ഒക്കെ ആകുമ്പോൾ വണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഞങ്ങൾ കണ്ട്, ഈച്ച, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ഭയങ്കര ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്, പൂക്കളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ നിറയെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടിട്ടായിരുന്നു വീഡിയോ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ചിറകൊക്കെ ഇളക്കുമ്പോഴേ എല്ലാവർക്കും ഭയങ്കര കൗതുകമായിരുന്നു. പിന്നെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ നമ്മുടെ വാട്ടർ തീം, ഒരു നയഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര തിരക്കായിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പകലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. രാത്രിയാണെന്ന് വെച്ചാൽ സൂപ്പറായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, കാരണം ആ ലൈറ്റ് എഫക്ട്സ് ഒക്കെ രാത്രിയാണല്ലോ ഉണ്ടാവുക. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇതപ്പോൾ വാട്ടർഫോൾസ്, അവിടെയൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ നട്ടുച്ചയ്ക്ക് ഒരു 3-3:30 ആകുമ്പോഴായിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം തന്നെ അതായത് ഈ സമയത്ത് തന്നെ തുടങ്ങുന്നത് 3 മണിക്കാണ്, എന്നിട്ട് പോലും ഇത്ര ആൾക്കാരാണ്. അപ്പോൾ രാത്രി എന്തായിരിക്കും തിരക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അവിടെ DJ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കുട്ടികൾ അവിടെ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നല്ലൊരു തണുപ്പ്, നമുക്ക് കാലൊക്കെ നനയ്ക്കാൻ പറ്റുമായിരുന്നു കേട്ടോ അവിടെ. പക്ഷേ ആ ഭാഗത്തേക്കൊന്നും കയറിയില്ല, അത്രയും തിരക്കായത് കാരണം ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. കണ്ടില്ലേ, ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ, നിറച്ചും ആൾക്കാർ ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതവിടെ ഒരു ഒട്ടകമൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വിശന്ന് നിൽക്കുകയാണ് തോന്നുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും നടക്കുകയായി. അപ്പോൾ തൊട്ടടുത്ത് വീണ്ടും അടുത്തൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയൊരു ടൈറ്റാനിക് മോഡൽ, ടൈറ്റാനിക് അല്ല, ഒരു തോണി, അതെന്താണ് അതിൻ്റെ പേരറിയില്ല, ആ സംഭവമൊക്കെ ഉണ്ടാക്കി അവിടെയൊക്കെ ആൾക്കാർ കയറി നിന്ന്, കുട്ടികളൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നല്ല വെയിലുള്ളത് കാരണം നമുക്ക് ഒരുപാട് നേരം അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അകത്ത് പോയപ്പോൾ ഫസ്റ്റ് കത്തി, കോടാലി, പിച്ചാത്തി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. അവിടെ ഒന്നും നിൽക്കാൻ പറ്റാത്ത തിരക്കായിരുന്നു. ആൾക്കാർ വരിക, നോക്കുക, എടുക്കുക, അങ്ങനെയായിരുന്നു. പിന്നെ അടുത്തത് ഈ അച്ചാർ, പലതരം അച്ചാറുകൾ, ഡേറ്റ്സിൻ്റെ, പിന്നെ ഗാർലിക്ക്, മാങ്ങ, അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ടോ. കയ്യൊക്കെ ഇട്ടിട്ടായിരുന്നു, അതൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല. കൈയിട്ടിട്ട് വാരിയിട്ടൊക്കെയാണ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ നാടൻ മിഠായികൾ, കമ്പർക്കെട്ട്, നാരങ്ങ മിഠായി, തേൻ മിഠായി, പുളിമിഠായി, ഇഞ്ചി മിഠായി, അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതുണ്ട് കോലുമിഠായും, പിന്നെ പണ്ടത്തെ ഒരു എന്താ പറയുക, പിങ്കും വൈറ്റും ആയിട്ടുള്ള മിഠായികളൊക്കെ പണ്ട് ഈ കുപ്പി ഭരണിയിലൊക്കെ കടയിലുണ്ടാവും. പിന്നെ ഉള്ള സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളമാല, കമ്മൽ, പൊട്ട്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് ഇത്. അവിടെയൊന്നും നിൽക്കാൻ തീരെ പറ്റാത്ത അത്രയും തിരക്കായിരുന്നു. കണ്ടില്ലേ, ഞങ്ങൾ സെൻറ്ററിലാണ് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ദൂരെ കണ്ടില്ലേ ഒരു ചെരുപ്പ് കടയൊക്കെ ഉണ്ടായിരുന്നു, ചെരുപ്പിൻ്റെ സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു. 200 റുപ്പീസിന് 200 രൂപയ്ക്കൊക്കെ, 200-250 രൂപയ്ക്കൊക്കെ ചെരുപ്പ്. ഇത് അത്യാവശ്യം നമുക്ക് കാണാനേ പറ്റിയുള്ളൂ, ആ ഭാഗത്തേക്ക് കടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അത്രയും തിരക്കാണ്. അപ്പോൾ ഒരു തിരക്കില്ലാത്ത ഒരു ദിവസം പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ പഞ്ഞിമിഠായിയൊക്കെ അവിടെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഐസ്ക്രീമിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ ജലദോഷമായത് കാരണം ആ ഭാഗത്തേക്ക് പോയില്ല. പിന്നെ പോപ്കോൺ അത് മേടിച്ചു. പിന്നെ റൈഡ്സ് ഇതാണ്ടില്ലേ, ഇങ്ങനത്തെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ട്രെയിന്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ഒന്നിലും ഞങ്ങൾ കയറിയില്ല കേട്ടോ. പിന്നെ ഇത് അവിടെ ഒരു ബബിൾസ് ഇങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ബബിൾസ് ഉണ്ടല്ലോ, ആ സംഭവങ്ങളൊക്കെ. പിന്നെ ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കയറാൻ ഇഷ്ടമല്ല, അതിലുള്ള ആൾക്കാരുടെ നിലവിളി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. കയറണം എന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് അത്രയ്ക്ക് ധൈര്യം ഇല്ലാത്ത കാരണം ഞങ്ങളതൊക്കെ കണ്ട് തിരിച്ച് പോകണം. അമ്മയും കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് അങ്ങനെ പുറത്തിറങ്ങി.